ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീണ്ടും അതാ ഒരു പാചകമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. അത് എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനവിടെ യൂഷ്വലി രതീഷേട്ടനും അപ്പൂട്ടനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ് കേട്ടോ. അപ്പൂട്ടനെ സ്കൂളിലേക്കായാലും രതീഷേട്ടൻ ഓഫീസിലേക്കായാലും ഞാൻ തയ്യാറാക്കി കൊടുക്കാറുള്ളതാണിത്. എൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറ്. കാരണം നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസത്തിലൊക്കെ നമുക്ക് എളുപ്പത്തിന് തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് കൂടിയാണിത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചോ, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കഷ്ണങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, ബീൻസ്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോള ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അഞ്ചെട്ട് ബീൻസ് എടുത്ത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബെൽ പെപ്പർ ഉണ്ടല്ലോ, റെഡ് കളർ, യെല്ലോ കളർ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെന്താ, സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കുനുകുനാന്നരിയിട്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം വെറുതെ പച്ചക്കറികൾ കൊടുത്ത കുട്ടികൾക്ക് കഴിക്കാൻ പൊതുവെ മടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറികൾ അവരുടെ അകത്തേക്ക് ചെല്ലുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികൾ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പച്ചക്കറികൾ വഴട്ടാൻ നോക്കുക. കാരണം നമ്മൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് അത് ഞാൻ പറയുന്നില്ല, കാരണം ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കുമല്ലോ. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പച്ചമണം അല്ലെങ്കിൽ ആ പച്ചച്ചോവ ആർക്കും ഇഷ്ടമായിരുന്നില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. പച്ചക്കറികളുടെ കൂടെ കിടന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. അത് നമുക്ക് കുത്തിപ്പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ വീണ്ടും ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് 4 കോഴിമുട്ടയാണ്. നിങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്, ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കുത്തിപ്പൊരിച്ച് മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ കഷ്ണങ്ങൾ പാതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മറ്റ് ചേരുവകളോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്രൈഡ് റൈസ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മറ്റേ മാഗി മസാല ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ക്യൂബ് ഇട്ടില്ല, അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കതിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ ഇവിടെ ഫ്രൈഡ് റൈസ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അര ടീസ്പൂൺ അതായത് ചെറിയ ടീസ്പൂണ് ഞാൻ എന്താ പറയുക സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും അര ടീസ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, അതായത് ആ സോയാ സോസും നമ്മുടെ ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും നന്നായി പച്ചക്കറികളിൽ കൂടി കലർന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സോയാ സോസൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് ആ മസാലകളൊക്കെ നന്നായി പിടിച്ച് വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചെറു ചൂടിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് വൈറ്റ് കളർ പെപ്പർ വേണമെങ്കിൽ തൂവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ